നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും മാത്സിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് 3-ാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായ ജ്യാമിതീയ സാധ്യതകൾ അഥവാ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന ഒരു ഭാഗമാണ്. ചിത്രങ്ങളുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഭാഗത്തുണ്ടാവുക. 3-ാമത്തെ അധ്യായത്തിൽ 3 ടോപ്പിക്കുകളാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളിൽ ഒന്നാണ് ജ്യാമിതീയ സാധ്യതകൾ. മുൻകഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ ചിത്രങ്ങളുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു 5 ഉദാഹരണങ്ങളിലൂടെ ഈ ഭാഗം ക്ലിയർ ആക്കാം. ആദ്യം നമുക്ക് 1-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യത്തിൽ പറയുന്നത് ഒരു സമചതുരം അഥവാ സ്ക്വയർ, അതിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ, വൃത്തം. ചോദ്യം എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ചിത്രത്തിലേക്ക് നമ്മളൊരു പെന്ന് ഉപയോഗിച്ച് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഡോട്ട് സർക്കിളിന്റെ ഉള്ളിൽ വരാനുള്ള സാധ്യത എന്ത്? ഓക്കെ, അപ്പോ നമ്മൾ ഡോട്ട് ഇടുന്ന സമയത്ത് 2 രീതിയിലാണ് ഡോട്ട് ഉണ്ടാവുക. ഒന്നുകിൽ സർക്കിളിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സർക്കിളിന്റെ പുറത്ത്. ഓക്കെ, ഇതിന്റെ മാക്സിമം ബൗണ്ടറി എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ അപ്പുറം നമ്മുടെ കൺസിഡറേഷനിൽ പെടില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഡോട്ട് വരുന്ന പ്രോബബിലിറ്റി കണ്ടെത്താന്ന് ചോദിച്ചാൽ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ ഡോട്ട് വരേണ്ട ഒരു രൂപം ഉണ്ടാവും, അതാണ് സർക്കിള്. ചില ക്വസ്റ്റ്യനിൽ അത് ഷെയ്ഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരാനുള്ള സാധ്യത എന്ത് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഷെയ്ഡ് ചെയ്യാത്ത ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ നമ്മൾ 2ന്റെയും പരപ്പളവ് അഥവാ ഏരിയ എഴുതുക എന്നതാണ് ഇതിൽ ചെയ്യാനുള്ള ആകെ കാര്യം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത് സർക്കിളിന്റെ ഏരിയ പറയുമ്പോൾ അതിന്റെ ആരം അഥവാ റേഡിയസ് വരക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഹെഡിങ് എഴുതാം, സർക്കിൾ അഥവാ വൃത്തം. വൃത്തത്തിന്റെ ഏരിയ മലയാളത്തിൽ പരപ്പളവ് എന്ന് പറയും. അത് കാണാനുള്ള ഫോർമുല πr² ആണ്. ഇത്തരം ചോദ്യങ്ങളിൽ റേഡിയസ്, നീളം, വീതി, ലെങ്ത്, ബ്രെഡ്ത്ത് ഒന്നും തന്നിട്ടുണ്ടാവില്ല. ഫോർമുലകൾ മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മള് സർക്കിളിന്റെ ഏരിയ എഴുതി πr². അടുത്ത സാധനം സ്ക്വയർ, മലയാളത്തിൽ സമചതുരം എന്ന് പറയും. സമചതുരത്തിന്റെ ഏരിയ അഥവാ പരപ്പളവ് കാണുന്നത് വശം അഥവാ സൈഡ് എ എന്നെടുത്താൽ അതിന്റെ സ്ക്വയർ ആയിരിക്കും പരപ്പളവ് ഉണ്ടാവുക. അതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും ചെറിയ ക്ലാസ്സുകളിൽ. ഇപ്പൊ സൈഡ് 10 ആണെങ്കിൽ ഏരിയ 10ന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ സൈഡും ഈ ആറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും. ഫിഗറിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. 6 എത്രയാണോ അതിന്റെ ഇരട്ടി ആയിരിക്കും ഇതിന്റെ സൈഡ് ഉണ്ടാവുക. അഥവാ ഈ 6 രണ്ടെണ്ണം ചേരുമ്പോഴാണ് നമുക്കൊരു സൈഡ് കിട്ടുക. അപ്പൊ എ എന്നതിന് പകരം 2rന്റെ സ്ക്വയർ എന്ന് എഴുതാം. 2rന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ 4, rന്റെ സ്ക്വയർ r². അപ്പൊ 2 ഏരിയകൾ എഴുതാം എന്നാണ് പറഞ്ഞത്. ആദ്യം ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ എഴുതാം, അത് πr² ആണ്. ദെൻ സ്ക്വയറിന്റെ സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഫോർമുലയാണ് സൈഡിന്റെ സ്ക്വയർ എഴുതുക. അപ്പൊ സൈഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിന്റെ സ്ക്വയർ ആണ് എഴുതേണ്ടത്. 2rന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4r². അപ്പൊ 2 ഏരിയകൾ എഴുതിയതിനു ശേഷം പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന് പറഞ്ഞാൽ എഴുതേണ്ടത് ഷെയ്ഡ് ചെയ്തതിന്റെ ഏരിയ ബൈ ടോട്ടൽ ഏരിയ. ഓക്കെ, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. അതാണ് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ്. ഇതിനെ ഈ വലിയ ഫിഗർ ഏതാണോ അതിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വലിയ ഫിഗറിന്റെ ഏരിയ കിട്ടിയത് 4r² എന്നാണ്. അപ്പൊ ഇത് ബൈ ഇത് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അതാണ് ഇതിന്റെ ആൻസർ.
അപ്പൊ മുകളിലും താഴെയും ഒരേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആർ സ്ക്വയറും നമുക്ക് വെട്ടിക്കളയാം. ബാക്കി ഉണ്ടാവുന്നത് π/4. ഇത്രയും എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെ അതേ ഫിഗറുകൾ തന്നെയാണ്. നേരത്തെ സ്ക്വയറിന്റെ ഉള്ളിൽ സർക്കിൾ ആയിരുന്നു. അപ്പൊ സർക്കിളിന്റെ ഉള്ളിൽ ഒരു സ്ക്വയർ, വൃത്തത്തിന്റെ ഉള്ളിൽ സമചതുരം. ഈ ചോദ്യം 3 മാർക്കിന് പരീക്ഷയ്ക്ക് ഒന്നിലധികം തവണ വന്ന ഫിഗറാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഡോട്ട് വരേണ്ടത് എവിടെ ആയിരിക്കും? സ്ക്വയറിന്റെ ഉള്ളിലായിരിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് സമചതുരത്തിന്റെ ഏരിയ എഴുതുക, സർക്കിളിന്റെയും ഏരിയ എഴുതുക. അതിൽ നമ്മൾ നേരത്തെ 6 ഇങ്ങനെ വരച്ചു അല്ലെ? ഈ 6ഉം ഈ സൈഡും തമ്മിൽ ഈ ഫിഗറിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഓക്കെ, നേരത്തെ തന്നതുപോലുള്ള ചിത്രമല്ല ഇത്. അതുകൊണ്ട് ഇത് റേഡിയസ് വെച്ചിട്ടല്ല ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. നമ്മൾ റേഡിയസ് ഇങ്ങോട്ട് വരച്ചാൽ ഇതും സർക്കിളിന്റെ ആരമാണ്, റേഡിയസ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം സർക്കിൾ അഥവാ വൃത്തം. ആദ്യം അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് πr² എന്ന് എഴുതാം. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി സമചതുരം അല്ലെങ്കിൽ സ്ക്വയറിന്റെ ഏരിയ കാണാൻ 2 ഫോർമുലകളുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സൈഡ് എന്താണോ അതിന്റെ സ്ക്വയർ. സൈഡ് എഴുതാൻ പ്രയാസമുള്ള ഘട്ടത്തിൽ, സൈഡ് അറിയാത്ത ഘട്ടത്തിൽ ഇതിനെ നമ്മൾ ഡയഗണൽ അഥവാ വികർണം എന്ന് പറയും. ഇത് 2 ആറുകൾ ചേർന്നതായിരിക്കും. ഇത് ഒരു ആരം റേഡിയസ്, ഇത് വേറെ ഒരു ആരം റേഡിയസ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് എന്ത്? സ്ക്വയറിന്റെ ഡയഗണൽ. അപ്പൊ ഒരു സ്ക്വയറിന്റെ ഡയഗണൽ കിട്ടിക്കഴിഞ്ഞാൽ, വികർണം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഏരിയ കണ്ടെത്താം. അതിന്റെ ഫോർമുല d²/2 ആവുന്നു. ഓക്കെ, അപ്പൊ ഇതറിയാത്തവര് ഇതും കൂടെ പഠിച്ചു വെക്കുക. ഡയഗണൽ വരച്ച് ചെയ്യുമ്പോൾ d²/2, സൈഡ് എടുത്ത് ചെയ്യുമ്പോൾ സൈഡിന്റെ സ്ക്വയർ. അപ്പൊ d² എന്ന് പറഞ്ഞാൽ, d എന്ന് പറഞ്ഞാൽ 2 ആറ് ചേർന്നതാണ്. അപ്പോ 2 ആറിന്റെ സ്ക്വയർ ആണ് d² എന്ന് പറഞ്ഞാൽ. അടിയിലുള്ള 2 അവിടെ എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്നത് 2 ആറിന്റെ സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, 4r² ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതില് മുകളിലും താഴെയുള്ള നമ്പറുകൾ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 4/2 ചെയ്ത് കഴിഞ്ഞാൽ 2r² എന്നതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോ നേരത്തെ ഇതിൽ നിന്നുള്ള വ്യത്യാസം, നേരത്തെ നമ്മൾ സൈഡ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ സൈഡിന്റെ സ്ക്വയർ എടുക്കുക. ഇതിൽ ഡയഗണൽ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പൊ d²/2 ചെയ്യുക. d എന്ന് പറഞ്ഞാൽ 2 ആറ് ചേർന്നതാണ്. അപ്പൊ 2 ആറിന്റെ സ്ക്വയർ ബൈ 2 ആണ് ഏരിയ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 2 ഏരിയകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഷെയ്ഡ് ചെയ്തത് അല്ലെങ്കിൽ ഡോട്ട് വരേണ്ടതിന്റെ ഏരിയ ആദ്യം എഴുതുക. അത് 2r² ആണ്. അപ്പോ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന് പറഞ്ഞാൽ 2r² ഡിവൈഡഡ് ബൈ വലിയ ഫിഗർ, ഇതിൽ സർക്കിൾ ആണ്. സർക്കിളിന്റെ ഏരിയ ആണ് അടിയിൽ എഴുതേണ്ടത്, πr². അപ്പൊ ഇതിനെ ഇത് ബൈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരം തെറ്റാണ്. അപ്പൊ എഴുതുമ്പോ മാറരുത്, ഡോട്ട് വരേണ്ടത് എപ്പോഴും മുകളിൽ എഴുതുക. അപ്പൊ ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ 2/π എന്നാണ് ഇതിന്റെ ഉത്തരം. പൈന്റെ വാല്യൂ കൊടുക്കുകയോ ഡിവൈഡ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിന് വന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വലിയ സ്ക്വയർ, സമചതുരം, അതിന്റെ എല്ലാ വശങ്ങളുടെയും മധ്യബിന്ദുക്കൾ അടയാളപ്പെടുത്തി മിഡ് പോയിന്റ്സ് മാർക്ക് ചെയ്തു. അവ തമ്മിൽ ജോയിൻ ചെയ്തപ്പോൾ ഉള്ളിൽ വേറൊരു സ്ക്വയർ കിട്ടി. ഓക്കെ, അപ്പൊ ഇതിന് ചോദ്യം, ഇതിലേക്ക് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഉള്ളിലുള്ള അല്ലെങ്കിൽ ചെറിയ സ്ക്വയറിന്റെ ഉള്ളിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ 2 കാര്യങ്ങൾ എഴുതണം. ഏരിയ അഥവാ പരപ്പളവ്, സ്മോളർ സ്ക്വയർ ചെറിയ സമചതുരം. വാക്കുകളെല്ലാം ഷോർട്ട് ആക്കിയിട്ട് എഴുതാണ്. നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ മുഴുവനായിട്ടും എഴുതാം. അതേപോലെ
ലാർജ് സ്ക്വയർ അല്ലെങ്കിൽ വലിയ സമചതുരം, വലിയ സമചതുരം, അതിന്റെ ഏരിയ അഥവാ പരപ്പളവ് രണ്ടും എഴുതണം. അപ്പോ ചെറിയ സമചതുരം ഉണ്ട്, ചെറിയ സ്ക്വയർ ഉണ്ട്, വലിയ സ്ക്വയർ ഉണ്ട്, രണ്ടിന്റെയും ഏരിയ എഴുതാം. ഓക്കെ, അപ്പൊ എങ്ങനെ ഏരിയ എഴുതാം എന്ന് ചോദിച്ചാൽ നമുക്കിത് പല രീതിയിൽ ഇതിന്റെ ആൻസർ ചെയ്യാം. സൈഡ് വെച്ചിട്ട് ചെയ്യാം, അതല്ലാതെ ഒന്നും കൂടി എളുപ്പത്തിൽ ചെയ്താൽ നമുക്ക് ഈ ഫിഗറിനെ എല്ലാം ത്രികോണങ്ങളാക്കി മാറ്റാം, ട്രയാങ്കിൾസ് ആക്കിയിട്ട് മാറ്റാം. അതായത് ചെറിയ സ്ക്വയറിനെ രണ്ട് ഡയഗണൽസ്, രണ്ട് വികരണങ്ങൾ വരച്ചു. ഇപ്പൊ അവിടെ മൊത്തം 8 ത്രികോണങ്ങൾ കിട്ടുന്നത് കാണാം, 8 മട്ട ത്രികോണങ്ങൾ, റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടുന്നത് കാണാം. അപ്പൊ നമ്മൾ ചെറിയ സ്ക്വയർ മാത്രം എടുത്താൽ, ജസ്റ്റ് ഒന്ന് വരയ്ക്കാണ്, ചെറിയ സ്ക്വയർ മാത്രം എടുത്താൽ അതിൽ 4 ത്രികോണങ്ങൾ കാണാം. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്നത് ഹാഫ് BH ആണ്. നമ്മൾ ആരെ BH, അത് ഇങ്ങനെ എഴുതാറുണ്ട്, 1/2 ഇൻറ്റു BH എന്ന് എഴുതാറുണ്ട്, ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോ ഒരു ത്രികോണത്തിന്റെ ഏരിയ ഹാഫ് BH ആണ്. അങ്ങനത്തെ 4 എണ്ണം ചേർന്നാൽ നമുക്ക് ചെറിയ സമചതുരമായി മാറി. അപ്പൊ അതിന്റെ ഏരിയ കാണാൻ ഹാഫ് BH ഇൻറ്റു 4 ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ പറയുന്നു ഇതിനൊക്കെ നമ്മൾ ട്രയാങ്കിൾസ് ആക്കി മാറ്റി. ഉള്ളില് 4 എണ്ണം ഉണ്ട്, അപ്പോ ഹാഫ് BH ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് ഇതിന്റെ മുഴുവൻ ഏരിയ കിട്ടും. ഇനി വലിയ സമചതുരം പറയുന്ന സമയത്ത് വലിയ സമചതുരം എടുത്തു കഴിഞ്ഞാൽ അതിൽ 1 2 3 4 5 6 7 8 ത്രികോണങ്ങൾ ചേർന്നതാണ് വലിയ സമചതുരം. അപ്പൊ അതിന്റെ എല്ലാം കൂടെ ഏരിയ കാണാൻ ഹാഫ് BH ഇൻറ്റു 8 ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ചെറിയ സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്, ഹാഫ് BH ഇൻറ്റു 4. ഇൻറ്റു 4 ചെയ്യാൻ കാരണം ഇതിന്റെ ഉള്ളിൽ 4 ത്രികോണങ്ങളാണ്. വലിയ സമചതുരമാകുമ്പോ ഇൻറ്റു 8 ചെയ്യാം, കാരണം 8 ത്രികോണങ്ങൾ ചേർന്നതാണ് വലിയ സമചതുരം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് വെട്ടി ചെറുതാക്കാം. 4/2 ചെയ്താൽ 2 കിട്ടും. അപ്പോ ഇതിന്റെ ചുരുക്കത്തിൽ എങ്ങനെ എഴുതാം? 2BH എന്ന് എഴുതാം. ഓക്കെ, 4/2 2ആണ്, 2ഉം BH ചേർന്നാൽ 2BH. അതേപോലെ ഇവിടെ 8/2 ചെയ്താൽ 4 എന്ന് കിട്ടും. അപ്പൊ 4ഉം BH ചേർത്ത് കഴിഞ്ഞാൽ 4BH എന്ന് കിട്ടും. നമുക്ക് സിമ്പിൾ ആയിട്ട് ഹരിക്കാം. ഹരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡോട്ട് വരേണ്ടതിന്റെ ഏരിയ മുകളിൽ എഴുതാം. ഡോട്ട് വരേണ്ടത് ചെറിയ സമചതുരത്തിലാണ്, അപ്പൊ അതിന്റെ ഏരിയ മുകളിൽ എഴുതാം. 2BH ഡിവൈഡഡ് ബൈ 4BH. അപ്പൊ ഇതൊക്കെ വെട്ടിക്കളയാം. അപ്പൊ അതിന്റെ ആൻസർ 2/4 എന്ന് കിട്ടും. വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കി കഴിഞ്ഞാൽ 1/2. ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരം ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. അടുത്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇത് ധാരാളം പരീക്ഷയ്ക്ക് വന്ന ഒരു ചിത്രമാണ്. അതായത് ഒരു അർദ്ധവൃത്തം, സെമി സർക്കിൾ വരച്ചിരിക്കുന്നു, വലുത്. അതിന്റെ റേഡിയസ്, ആരം, ഇതേ റേഡിയസ് ആണ് ചെറിയ സെമി സർക്കിളിന്റെ വ്യാസം അഥവാ ഡയമീറ്റർ. ഓക്കെ, അപ്പോ ചിത്രത്തിലേക്ക് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ചെറിയ അർദ്ധവൃത്തം, സ്മോളർ സെമി സർക്കിളിന്റെ ഉള്ളിൽ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ചോദ്യം. ഇത് പലതവണ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. അപ്പോ നോട്ടൊക്കെ ഞാൻ സിമ്പിൾ ആക്കിയിട്ട് ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതുന്നത്, നിങ്ങളത് ഫുൾ ആയിട്ട് എഴുതാം. ആദ്യം ചെയ്യേണ്ടത് സ്മോളർ സെമി സർക്കിൾ അഥവാ ചെറിയ അർദ്ധവൃത്തം എന്ന ഹെഡിങ് എഴുതുക. അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ്, സർക്കിളിന്റെ പകുതിയാണ് സെമി സർക്കിൾ, വൃത്തത്തിന്റെ പകുതിയാണ് അർദ്ധവൃത്തം. അപ്പോ അതിന്റെ ഏരിയ കാണാനുള്ള ഫോർമുല, സർക്കിളിന്റെ ഏരിയ എന്താണോ അതിന്റെ പകുതി എഴുതിയാൽ മതി, അഥവാ πr²/2. ഓക്കെ, നമുക്ക് വെറുതെ റേഡിയസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് മുതൽ ഇതുവരെ ഉള്ളതാണ് ചെറിയ സെമി സർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല മാത്രമേ പഠിക്കാനുള്ളൂ, πr²/2. ഇനി ഇതിന്റെ ലാർജർ സെമി സർക്കിൾ അഥവാ വലിയ അർദ്ധവൃത്തം പരിഗണിച്ചാൽ
അതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ എല്ലാ സെമി സർക്കിളിന്റെയും ഏരിയ കാണുന്നത് πr²/2 എന്ന ഫോർമുല വെച്ചിട്ടാണ്. ഇതിന്റെ റേഡിയസിന് ഒരു പ്രത്യേകത ഉണ്ടാവും. എന്താണ് പ്രത്യേകത? ചെറിയ സെമി സർക്കിളിന്റെ റേഡിയസ് എത്രയാണോ അതിന്റെ ഇരട്ടി ഉണ്ടാവും വലുതിന്റെ റേഡിയസ് അഥവാ ആരം. ഓക്കെ, ചെറുതിന്റെ റേഡിയസ് r എന്ന് എഴുതിയാൽ വലിയ സെമി സർക്കിളിന്റെ റേഡിയസ് 2r എന്ന് വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ അത് എഴുതേണ്ടത് π × 2r²/2. അപ്പൊ വെറും r എന്ന് എഴുതേണ്ടത് ചെറിയ സെമി സർക്കിളിനാണ്. വലുതിന്റെ റേഡിയസ് എഴുതുമ്പോൾ r എന്ന് എഴുതിയാൽ പോരാ, 2r എന്ന് വേണം എഴുതാൻ. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ ഇവിടെ 2r സ്ക്വയർ കാണണം. 2r സ്ക്വയർ നമ്മൾ ചെയ്തിട്ടുണ്ട് 4r² അടിയിലുള്ള 2 അങ്ങനെ കിട്ടും. അപ്പൊ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 എന്നാണ് കിട്ടുക. മുകളിൽ എന്തൊക്കെ ഉണ്ടാവും? 2 ഉണ്ടാവും, π ഉണ്ടാവും, r² ഉണ്ടാവും. അപ്പൊ ഇതിനെ ഒന്നിച്ച് എങ്ങനെ എഴുതാം? 2πr² എന്ന് എഴുതാം. അപ്പൊ 2r സ്ക്വയർ 4r², 4/2 ചെയ്താൽ 2 എന്ന് കിട്ടും. 2ഉം πയും r² ചേർന്നാൽ 2πr². അപ്പൊ നമുക്ക് വലിയ സെമി സർക്കിളിന്റെയും ചെറിയ സെമി സർക്കിളിന്റെയും ഏരിയാസ് കിട്ടി. അപ്പൊ ഇത് പരസ്പരം ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. അപ്പോ പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന് പറഞ്ഞാൽ ഡോട്ട് വരേണ്ടത് എപ്പോഴും മുകളിൽ എഴുതാം πr²/2. ഇതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2πr² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഡോട്ട് വരേണ്ടത് മുകളിൽ, വലിയ ഫിഗർ താഴെ. അപ്പൊ ഇങ്ങനെ ഒന്നിലധികം ഡിവിഷൻ ഹരണം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനൊരു മെത്തേഡ് ഉണ്ട്. മുകളിൽ ഉള്ള ടേം നമ്മൾ എന്താണോ എഴുതിയത് അത് അതേപോലെ എഴുതാം. മുകളിൽ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയത്. അടിയിൽ എഴുതിയതിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എടുക്കുക. ഓക്കെ, ഇപ്പൊ 10 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെയാണല്ലോ. അപ്പൊ അതിന്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ 1/10 തല തിരിച്ചു എഴുതാന്ന് പറയും. അപ്പോ 5ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? 1/5 എന്നാണ് ഉണ്ടാവുക. ഓക്കെ, 2ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ് ഉണ്ടാവുക. അപ്പോ ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/2πr². അങ്ങനെ ആയിരിക്കും കിട്ടുക. എന്നിട്ട് പരസ്പരം ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 9ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണ്. ഒന്നുകൂടെ പറയുന്നു, നമ്മളിങ്ങനെ ഒരു സാധനത്തെ മറ്റൊരു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നിലധികം ഡിവിഷൻ വരുന്നുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുകളിലുള്ള സാധനം അതേപോലെ എഴുതാം. πr²/2. ഓക്കെ, അതാണ് മുകളിൽ ഉണ്ടായിരുന്നത്. അടിയിലുള്ള സാധനം 2πr² ആണ്. അതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, വ്യുൽക്രമം എടുക്കുക. അപ്പോ ഇതിന്റെ റെസിപ്രോക്കൽ ആണ് 1/2πr². എന്നിട്ട് അത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ എഴുതുമ്പോ ഈ 2 എഴുതാൻ വിട്ടുപോയതാണ്. അപ്പൊ ഈ രണ്ട് സാധനങ്ങളും ഇൻറ്റു ചെയ്യുമ്പോ πr² എന്ന് മുകളിലും താഴെയും കാണാം. അപ്പൊ അത് നമുക്ക് വെട്ടിക്കളയാം. പിന്നെ എന്ത് ബാക്കി ഉണ്ടാവും? മുകളിൽ ഒരു 1 ബാക്കി ഉണ്ടാവും. ബൈ അടിയിൽ എന്താ ബാക്കി ഉണ്ടാവുക? 2 × 2 എന്ന് ബാക്കി ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നേരെയാണ് ഇൻറ്റു ചെയ്യാം. അപ്പൊ 2 × 2 ചെയ്ത് കഴിഞ്ഞാൽ 4. അപ്പൊ ഇതിന്റെ ആൻസർ 1/4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. 3 മാർക്കിന് ധാരാളം വന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സെമി സർക്കിൾ, അർദ്ധവൃത്തം, അതിന്റെ ഉള്ളിൽ ഒരു ത്രികോണം, ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ഒരു സമപാർശ്വ ത്രികോണമാണ് അഥവാ ഐസോസിലസ് ട്രയാങ്കിൾ ആണ് എന്ന് ചോദ്യത്തിൽ ഉണ്ടായിരുന്നു. അതായത് അതിന്റെ ഈ രണ്ട് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ട് സൈഡ് ഈക്വൽ ആയതിനെയാണ് നമ്മള് ഐസോസിലസ് അഥവാ സമപാർശ്വ ത്രികോണം എന്ന് പറയാം. അപ്പോ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യും നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒന്ന് എഴുതാം. സെമി സർക്കിൾ എഴുതാം. സെമി സർക്കിൾ അഥവാ അർദ്ധവൃത്തം. അർദ്ധവൃത്തം സെമി സർക്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. πr²/2.
അപ്പൊ അതിലൊന്നും ചെയ്യാനില്ല, അങ്ങനെ തന്നെ എഴുതാം. സെമി സർക്കിൾ എഴുതി. അടുത്തത് ട്രയാങ്കിൾ. ട്രയാങ്കിൾ അഥവാ ത്രികോണം. ത്രികോണത്തിന്റെ പരപ്പളവ് എഴുതുന്നത്, അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് ½ ആണ്. ഓക്കെ, അപ്പൊ രണ്ട് പരപ്പളവുമായി. ഇനി ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലേ ആ പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് നോക്കാം. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് 6 അഥവാ ആരം. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ദൂരവും എന്തുതന്നെയാണ്? റേഡിയസ് തന്നെയാണ്. അപ്പോ ഇതും ആരമാണ്, ഇതും ആരമാണ്. അപ്പൊ ത്രികോണത്തിന്റെ പരപ്പളവിൽ ഒരു ബി എന്ന് കാണാം. ബി എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ ബേസ് അഥവാ പാദം. ആ പാദത്തിന് നമ്മൾ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് 2r എന്നാണ്. 2r ചേരുമ്പോഴാണ് അതിന്റെ പാദാവ്. അപ്പോ ഈ ബേസിന് പകരം 2r എന്ന് എഴുതാം. 2r. ഓക്കെ, അപ്പൊ ബേസിന് ഈക്വൽ ആണ് 2 റേഡിയസ്. ഇവിടെ ഒരു h കാണാം. h എന്ന് പറഞ്ഞാൽ ത്രികോണത്തിന്റെ ഹൈറ്റ് അഥവാ ഉയരം. ഈ ഹൈറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ ഒരു സെമി സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന എല്ലാ ലൈനിനെയും നമ്മൾ റേഡിയസ് എന്നാണ് പറയാം. അപ്പോ ഈ ലൈനിനെയും നമുക്ക് r എന്ന് എഴുതാം. അത് സെന്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഒരു ലൈൻ തന്നെയാണ്. അപ്പോ ഹൈറ്റിന് പകരവും നമുക്ക് r എന്ന് എഴുതാം /2. ഓക്കെ, അപ്പൊ പറഞ്ഞത് ട്രയാങ്കിളിന്റെ ബേസ് അഥവാ പാദം 2r ഈക്വൽ ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അതും r ഈക്വൽ ആണ്. അപ്പോ 2r × r/2 എന്ന് കിട്ടും. 2 2 വേണമെങ്കിൽ ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ അവിടെ ബാക്കി ഉണ്ടാവുന്നത് r × r ആണ്. അപ്പൊ നമുക്ക് r² എന്ന് എഴുതാം. ഇനി പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത. ഡോട്ട് വരേണ്ട ഫിഗറിന്റെ ഏരിയ മുകളിൽ എഴുതാം. അതേതാണ്? ട്രയാങ്കിൾ ആണ്, ത്രികോണമാണ്. അപ്പൊ r² വലിയ ഫിഗർ സെമി സർക്കിൾ ആണ്, πr²/2. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിലേക്ക് എത്തി. 2 ഡിവിഷൻ വരുന്നുണ്ട്. 2 ഡിവിഷൻ വന്നാൽ എന്ത് ചെയ്യും? മുകളിൽ എഴുതിയത് അതേപോലെ എഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞു മുകളിൽ എഴുതിയത് r² ആണ്, അടിയിൽ എഴുതിയത് തല തിരിച്ചെഴുതാം. ഇതിനെ തല തിരിച്ചെഴുതിയാൽ 2 മുകളിൽ വരും, πr² അടിയിലും വരും. ഓക്കെ, അപ്പൊ ഇത് 2/πr² ആയിട്ട് മാറും. പരസ്പരം ഇൻഡു ചെയ്യുക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇൻഡു ചെയ്യുമ്പോൾ r² വെട്ടിക്കളയാം. ബാക്കി ഉണ്ടാവുന്നത് 2/π. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ, 2/π. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഭാഗത്തെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇതിൽ നമ്മൾ 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള സാധ്യത എന്ത്, പ്രോബബിലിറ്റി എന്ത്? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി എന്ത്? നമുക്ക് രണ്ടും പഠിക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് ഒരു 95% ഇതിന്റെ ഉള്ളിൽ വരാനുള്ള ചാൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ചില അപൂർവ ക്വസ്റ്റ്യനിൽ ഇതിന്റെ പുറത്ത് എന്താണ് സാധ്യത എന്നും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ആദ്യം എഴുതേണ്ടത് റെക്ടാങ്കിൾ അഥവാ ചതുരം. ചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണുന്നത് L × B, നീളം × വീതി. എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനെ നമുക്ക് L എന്നും ഇതിനെ നമുക്ക് B എന്നും എഴുതാം, നീളം × വീതി. അടുത്ത സാധനം ത്രികോണം അഥവാ ട്രയാങ്കിൾ. ട്രയാങ്കിൾ അഥവാ ത്രികോണം. ത്രികോണത്തിന്റെ ഏരിയ നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഏരിയ ഓർ പരപ്പളവ് ½ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് രണ്ടും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാകും. ഈ ബി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ ബേസ്. അതിലേക്ക് നോക്കിയാൽ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ചതുരത്തിന്റെ നീളം അഥവാ ലെങ്ത് ആണ്. അപ്പൊ ബേസിന് പകരം L എന്ന് എഴുതാം. ഇനി ട്രയാങ്കിളിന്റെ ഹൈറ്റ് അഥവാ ഉയരം. ഹൈറ്റ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ട്രയാങ്കിളിന്റെ ഹൈറ്റ്. ഈ ഹൈറ്റും ചതുരത്തിന്റെ ബ്രെഡ്ത്ത് അഥവാ വീതിയും ഒരേ നീളമായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഹൈറ്റിന് പകരം എന്ത് എഴുതാം? B എന്ന് എഴുതാം.
1/2 എന്ന് കിട്ടും. അപ്പോ പാദം അഥവാ ബേസിന് പകരം നീളം L എഴുതാം, ഹൈറ്റിന് പകരം ഈ ബിയും എഴുതാം. എന്ന് ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. ഡിവൈഡ് ചെയ്യുമ്പോൾ മുകളിൽ എഴുതേണ്ടത് ഏതാണെന്ന് ശ്രദ്ധിക്കണം. ഡോട്ട് വരേണ്ടതാണ് മുകളിൽ എഴുതേണ്ടത്. ഓക്കെ, ഡിവൈഡഡ് ബൈ LB അങ്ങനെ കിട്ടും. ഡോട്ട് വരേണ്ടത് മുകളിൽ, വലിയ ഫിഗറിന്റെ ഏരിയ താഴെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് മുകളിൽ എഴുതുന്നത് അതേപോലെ എഴുതുക എന്ന് പറഞ്ഞു. അടിയിൽ എഴുതിയതിനെ തലതിരിച്ചെഴുതുക. LB യെ തലതിരിച്ചെഴുതിയാൽ 1/LB എന്നിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. നേരത്തെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. LB ക്യാൻസൽ ചെയ്താൽ മുകളിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ എഴുതാം. അപ്പൊ ആൻസർ 1/2. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? അര എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി. ഈ പരീക്ഷയ്ക്ക് എങ്ങാനും പുറത്ത് വരാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു കഴിഞ്ഞു, അത് അപൂർവമായിട്ടേ ക്വസ്റ്റ്യൻ വരാറുള്ളൂ. അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി ആദ്യം കണ്ടെത്തുക. നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിലൂടെ ചോദിച്ചാലും ഇല്ലെങ്കിലും ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് വരാനുള്ള പ്രോബബിലിറ്റി കണ്ടെത്തുക. എന്നിട്ട് പുറത്ത് വരാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ 1 എന്ന നമ്പറിൽ നിന്ന് ആ പ്രോബബിലിറ്റി മൈനസ് ചെയ്യുക. കൂടുതലൊന്നും പഠിക്കേണ്ട, ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പുറത്ത് വരാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ 1 എന്ന നമ്പറിൽ നിന്ന് ഇവിടെ എന്താണോ കിട്ടിയത് അതാണ് മൈനസ് ചെയ്യുക. ഇത് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട മെത്തേഡ് അറിയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 1 × 2 2 മൈനസ് 1 × 1 1 ഡിവൈഡഡ് ബൈ 1 × 2 2. 2 1 പോയി കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും. ഓക്കെ, നമുക്കിവിടെ 3/4 കിട്ടിയെന്ന് വിചാരിക്കാം. 3/4 കിട്ടി വിചാരിക്കാം. നമ്മൾ 1ൽ നിന്ന് എന്ത് ചെയ്യാം? 3/4 അങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പൊ എന്താണോ ഇവിടെ ഇൻറ്റു ചെയ്താൽ കിട്ടുന്നത് അതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പുറത്തുള്ള പ്രോബബിലിറ്റി കാണുന്നത്. അപ്പൊ ഈ വീഡിയോയിലൂടെ നമ്മുടെ ജിയോമെട്രിക്കൽ പ്രോബബിലിറ്റി അഥവാ ജ്യാമിതീയ സാധ്യതകളിലെ പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ പ്രോബ്ലവും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ ഇതേ മെത്തേഡിൽ വേറെ ഏത് ഫിഗറുകൾ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. പരീക്ഷയ്ക്ക് ഇത് മാത്രമല്ല, വേറെയും ഫിഗറുകൾ വന്നിട്ടുണ്ട്. എല്ലാത്തിന്റെയും ആശയം ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതേ ആശയം വെച്ചിട്ട് നമുക്ക് ഏത് പ്രോബ്ലത്തിന്റെയും ആൻസർ കണ്ടെത്താം. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഫിഗറുകൾ വരച്ച് കൃത്യമായി എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.